ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ, ചിലതൊക്കെ കേൾക്കുന്ന സമയത്ത്, അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അനുഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഒരു ജനാധിപത്യ വിശ്വാസിക്ക്. ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്ക് ഒന്ന് നോക്കൂ. സംഘികൾ എന്ന അധമവർഗം ജനാധിപത്യത്തെ ചവിട്ടിയരയ്ക്കുന്നത് കാണുക. ഇതൊരു മന്ത്രി വാനരന്റെ രാജിയുടെ ആവശ്യമായിട്ടോ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയമായിട്ടോ മാത്രം കാണരുത്. ഇത് ഭരണഘടനാപരമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന റൈറ്റ് ടു ലൈഫ് എന്ന ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. റൈറ്റ് ടു ലൈഫ് ഈസ് നോട്ട് മിയർ ആനിമൽ എക്സിസ്റ്റൻസ് എന്ന് നമ്മൾ എപ്പോഴും എടുത്തു പറയും. മൃഗത്തെ പോലെ ചുമ്മാ ജീവിക്കാനായിട്ടുള്ള ഔദാര്യമല്ല നമുക്ക് വേണ്ടത്. സുപ്രീം കോടതി മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ഉറപ്പിച്ച് പറഞ്ഞ റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, അതാണ് നമുക്ക് വേണ്ടത്. തെരുവ് നായ്ക്കളെ അടിച്ചോടിക്കുന്നത് പോലെ ഓടിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാരെയാണ്. തീവ്ര വലതുപക്ഷ കോർപ്പറേറ്റുകൾ എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ നിന്നൊക്കെ ജീവിക്കുന്ന സംഘി മൃഗങ്ങളെ പോലെ ജീവിച്ചാൽ പോരെ, നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കണം. ജനാധിപത്യത്തിൽ ഇടപെടാനായിട്ടുള്ള അവകാശം വേണം. വിദ്യാഭ്യാസം നേടി രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകാനായിട്ടുള്ള അവസരം വേണം. വിദ്യാഭ്യാസ അവസരങ്ങൾ നശിപ്പിക്കാൻ, സർവകലാശാലകൾ കുളം തോണ്ടാൻ പണം വാങ്ങി ബുദ്ധിശൂന്യരായിട്ടുള്ള അടിമകൾ അവിടെ തിരികെ കയറ്റാനായിട്ടുള്ള സംഘി ബുദ്ധിയെ പ്രതിരോധിക്കുക തന്നെ വേണം. വെയിലും മഴയും തല്ലും വകവയ്ക്കാതെ തൊണ്ട പൊട്ടി കരയുന്ന യുവജനതയെ നിങ്ങൾ കാണുന്നില്ലേ? അവരാരും അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്ന ആളുകളൊന്നുമല്ല. ചൂർണാൻ വകയില്ലാഞ്ഞിട്ട് വന്ന ഭൂരിപക്ഷവുമല്ല. ഭൂരിപക്ഷം ആളുകളും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുമല്ല തെരുവിൽ കിടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള യുവ സമൂഹത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഏറ്റവും ഉന്നതിയിൽ ആദരിക്കപ്പെടേണ്ട ആളുകൾ. മിനിമം ജനാധിപത്യത്തിലെ ആധിപത്യമുണ്ട് എന്ന് പറയുന്ന ജനങ്ങളാണ് അവര് എന്നെങ്കിലും ഭരണകൂടം ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും ഈ ഭരണകൂടത്തിന് സമയമില്ല. ഡൽഹിയിലെ ശീതീകരിച്ച കൊട്ടാരങ്ങളിൽ മതവർഗീയ ചേരിതിരിവുകളിലൂടെ വിഷം കുത്തിവെച്ച് അധികാരത്തിൽ തുടരുന്ന മത്തിൽ നിൽക്കുന്ന മോദി സർക്കാരിന് ആ മനുഷ്യരുടെ തേങ്ങലുകൾ കേൾക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം ചോദ്യമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ്. ചോദ്യം ചോദിക്കുന്നവന്റെ വായടപ്പിക്കുക, അവന്റെ സ്വപ്നങ്ങളെ ചവിട്ടിയരയ്ക്കുക, ചോദ്യം ചോദിക്കുന്നവരെ, വിദ്യാഭ്യാസം നേടുന്നവരെ, ജനാധിപത്യ വിശ്വാസികളെ രാജ്യദ്രോഹികളായിട്ട് കാണുക. അങ്ങനെയുള്ള അധമ സംഘി വികാരങ്ങളുടെ യജമാനന്മാർക്ക് ആ ഒരു മനസാക്ഷിയെ കാണത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ഹൃദയം തകരുന്നത് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതി ബലം കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുടെ നെഞ്ചിലെത്തി ഓരോ തവണയും നമ്മൾ കാണുകയാണ്. പരീക്ഷാ തട്ടിപ്പുകൾ, ചോദ്യപേപ്പർ ചോർച്ചകൾ, ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി മക്കളെ പഠിപ്പിച്ച ഒരച്ഛൻ്റെ മുഖം ഒരിക്കലെങ്കിലും ഈ മന്ത്രിമാർ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വന്തം മക്കൾ വിദേശത്ത് സുഖജീവിതം നയിക്കുകയാണ്. നാട്ടിലെ കുട്ടികളുടെ കാര്യം എന്തിനു നോക്കണം? ഈ രാജ്യത്തെ യുവതലമുറയുടെ ഭാവിയാണ് അവർ ക്രൂരമായിട്ട് കൊല ചെയ്യുന്നത്. വർഗീയതയുടെയും അധികാരത്തിന്റെയും ചെങ്കോലെടുത്ത് വീശി സ്വന്തം മക്കളെ പോലെ കാണേണ്ടുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ തെരുവിലിട്ട് തല്ലി ചതയ്ക്കുന്ന ഈ ഭരണകൂടത്തിന് ചരിത്രം മാപ്പ് നൽകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മൗനം പാലിച്ചാൽ നാളെ നമ്മുടെ വീട്ടുവാതക്കല് ഈ ക്രൂരത എത്തും. ഡൽഹിയിലെ ആ സമരപന്തലിൽ കഷ്ടപ്പെടുന്ന ആ മനുഷ്യർ ഒറ്റയ്ക്കല്ല, അവരുടെ വേദന നമ്മൾ ഓരോ ആളുകളുടെയും വേദനയാണ്. ഈ ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ മക്കളുടെ നാളത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് സംസാരിച്ചേ തീരൂ. കാരണം ഇതൊരു ചെറിയ സമരമല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന പോരാട്ടമാണ്. കണ്ണു തുറന്ന് പ്രതികരിക്കൂ.